ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഇഷ്ടം മാത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശും അതേപോലെ തന്നെ രചനയും കൂടി സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്, ചിപ്പിയെ കാണാനില്ലെന്നുള്ള സത്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രചനയ്ക്ക് ആകെ ടെൻഷൻ. ദൈവമേ ആകാശേ, എന്നാലും എൻ്റെ മോള് ചിപ്പി എങ്ങോട്ടായിരിക്കും ഇറങ്ങി പോയിട്ടുണ്ടാവും, അവിടെ കാണാനില്ലെന്നൊക്കെ പറയുന്നു. അവൾക്ക് അതിന് മാത്രമുള്ള ധൈര്യം ഉണ്ടോ? എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും, അല്ലാണ്ട് അവൾ എങ്ങോട്ട് പോകാനാണ് ആകാശം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ അങ്ങനെ വിശ്വസിക്കേ. പക്ഷേ മഹേഷിൻ്റെ വീട്ടിലെ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമുക്കേ അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവൻ തന്നെ ആയിരിക്കും കൊച്ചിനെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക. അല്ല, മഹേഷ് എന്തിനാണ് കൊച്ചിനെ ഒളിപ്പിക്കുന്നത്? മഹേഷ് കൊച്ചിനെ ഒളിപ്പിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം? അതിലൊരു പ്രയോജനമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അങ്ങനെയൊക്കെ പറയും രചന, പക്ഷേ ഇത് കളി വേറെ ലെവലിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. കണ്ടോ, മഹേഷ് അധികം താമസിയാതെ കുടുങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവനെ കൊടുക്കും. അതെ, ഇനി എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് വിളിക്കാനുണ്ട്, ഞാൻ അതൊക്കെ വിളിച്ചിട്ട് വിവരം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ആകാശം അവിടെ നിന്ന് പോവുക. രചനയ്ക്കാണെങ്കിൽ അതിലേറെ ടെൻഷനും കൂടി വരികയാണ്. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ട് ഇവർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണ്. അപ്പോൾ ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി കാറിൽ പാഞ്ഞങ്ങോട്ട് വരിക. പാഞ്ഞ് വന്നിട്ട് അവിടെ സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ്, അപ്പോൾ കൊച്ച് ഈ ഗേറ്റ് വിട്ട് പോയിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉറപ്പാണ് സാർ, കൊച്ച് ഗേറ്റ് വിട്ട് പോയിട്ടില്ല, അത് കൺഫേം ആയ കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും അപ്പോൾ പിന്നെ ചിപ്പി എങ്ങോട്ട് പോയി ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ചിപ്പി പോകാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ടെറസിലുണ്ടാവോ, നിങ്ങൾ ടെറസ് ക്ലോസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, അത് ചുമ്മാ കുറ്റിയിടുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ താഴോട്ട് പൂട്ടാറൊന്നുമില്ല. എങ്കിൽ പോയി ടെറസിൽ പോയി ഒന്ന് നോക്കിയാലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം സാറേ, നിങ്ങൾ ഇവിടെ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഈ സെക്യൂരിറ്റി നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ച് ഓടി വരിക, ഒരു പെങ്കൊച്ച് ഓടി, കയ്യിൽ നല്ല റോസാപ്പൂവൊക്കെ ഉണ്ട്, ഓടി വന്നിട്ട് നല്ല സ്നേഹത്തോടെ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത എന്താ മോളെ എന്ന് ചോദിക്കുക. അത് പിന്നെ ആൻറ്റി ഡേ, ഇത് ആൻറ്റിക്കുള്ളതാ ഈ റോസാപ്പൂവോ, ഇത് ആരാന്നതാ? ചിപ്പിയാന്നത്. ചിപ്പിയെ കാത്തല്ലേ ആൻറ്റി അങ്ങോട്ട് നിൽക്കുന്നത്? അതെ, ചിപ്പി എവിടെയുണ്ട് മോളെ? ചിപ്പി എവിടെയുണ്ടെന്നേ, അതിലുണ്ട് ആ കടലാസിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു അവിടെ നിന്ന് ഓടി മാറി നിൽക്കുക. അപ്പോൾ കടലാസ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ, അച്ഛനമ്മയും പിണങ്ങുമല്ലേ, എന്നെ കാണാൻ ആഗ്രഹമില്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടരുത് എന്നാണ് ആ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കാണെങ്കിൽ ആകെ സങ്കടം. ഇല്ല മോളെ ചിപ്പി മോളെ, നീ എവിടെയാണ്? ഇനി അച്ഛനും അമ്മയും ഒരിക്കലും വഴക്കിടില്ല, ഞങ്ങൾക്കിനി വഴക്കിടാനായിട്ട് പറ്റില്ല. ദേ, മോളുടെ പപ്പയോട് എനിക്ക് ഒരു ദേഷ്യമില്ല എന്നിങ്ങനെ സംസാരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷം. മഹേഷ് ആണെങ്കിൽ ഇഷിതയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇഷിതയോട് ചോദിക്കുകയാണ്, ഇഷിതേ, ഈ പറഞ്ഞ സത്യം തന്നെയാണോ? എന്നോട് ദേഷ്യമില്ലല്ലോ, എന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ? അങ്ങനെ എനിക്ക് വെറുക്കാനായിട്ട് പറ്റില്ല, കാരണം എൻ്റെ മകൾക്ക് വേണ്ടി ഏത് ത്യാഗം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണെന്നും ഇഷിത പറയാം. അപ്പോൾ ഇഷിതയുടെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. മോളെ ചിപ്പി എവിടെ മോളെ നീ? അപ്പോൾ ആ കൊച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ച് പറയാണ്, ദേ അവിടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ ഓടി നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പൂക്കളിങ്ങനെ വിതറിയിട്ടിരിക്കുകയാണ്. വഴി നീളെ പൂക്കൾ മുഴുവനും വിതറിയിട്ടിരിക്കുകയാണ്. ദൈവമേ, ഇതെങ്ങനെ പൂക്കൾ മുഴുവനും വിതറിയിട്ടിരിക്കുന്നത്? നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അങ്ങനെ പൂക്കളുടെ നേരെ ഇങ്ങനെ ആ ഒരു വഴിയിൽ കൂടി ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും മോളെ ചിപ്പി നീ എവിടെയാ മോളെ ചിപ്പി? ദേ, ഇനി മോളുടെ ഡാഡിയോട് എനിക്ക് ഒരു ദേഷ്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഞങ്ങൾ വഴക്കിടില്ല. അപ്പോൾ ചിപ്പി അവിടെ നിന്ന് ഒച്ചത്തിൽ ചോദിക്കുകയാണ്, പ്രോമിസ് ആണോ? നിങ്ങൾ രണ്ടുപേരും വഴക്കിടൂലല്ലോ? ഇല്ല മോളെ, വഴക്കിടില്ല, നീ എവിടെയാ? അപ്പോൾ ദേ വരുന്നു ചിപ്പി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഓടിപ്പാഞ്ഞ് വരിക. മോളെ ചിപ്പി പേടിപ്പിച്ച് കളഞ്ഞല്ലോ, നീ എവിടെയായിരുന്നു മോളെ? ദേ, ഞങ്ങൾ രണ്ടുപേരും എത്തിയില്ലേ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പിണക്കുമില്ല. ഇല്ല, നോണ പറയാം നിങ്ങൾ, എനിക്കറിയാം നിങ്ങൾ നോണ പറയാണെന്ന്, കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ സ്നേഹം അഭിനയിച്ചതാണ്, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇല്ല മോളെ, സത്യമായിട്ടില്ല, മോളുടെ മുന്നിൽ അഭിനയിച്ചതല്ല, സത്യം പറഞ്ഞാണ്. ആണോ? അപ്പോൾ ഇനി അമ്മയും ഡാഡിയും ഒരിക്കലും വഴക്കിടില്ലല്ലോ? ഇല്ല മോളെ, ഒരിക്കലും വഴക്കിടില്ല. എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യണം, പിണക്കൊല്ലാം മറന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരണം, ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ
പിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കുന്നത്? അമ്മക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലെന്ന്. അതുകൊണ്ട് അമ്മ തിരിച്ചു വന്നേ മതിയാവുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഇഷിതയൊന്ന് ആലോചിച്ച് ശേഷം പറയുകയാണ്, ശരി മോളെ, ഞാൻ ഏതായാലും വീട്ടിലേക്ക് തിരിച്ചു വരാം. ആണോ? പ്രോമിസാണോ? എങ്കിൽ എനിക്ക് രണ്ടുപേരും തമ്മിൽ പ്രോമിസ് താ. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കിടില്ല എന്നും ഒരിക്കലും വഴക്ക് കൂടില്ല എന്ന്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഒളിച്ചിരിക്കുന്നതല്ല, ഞാനും ഇറങ്ങിപ്പോവും. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? നിങ്ങളിങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ എന്നെ നോക്കാനും എന്നെ സ്നേഹിക്കാനൊന്നും ആരുമില്ലല്ലോ. പിന്നെ ഞാനെന്തിനാ വീട്ടിൽ നിൽക്കുന്നത്? എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിപ്പി പറയാം. ചിപ്പിയുടെ ആ ഓരോരോ വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കാണെങ്കിൽ ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇനി പ്രോമിസ് ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും പ്രോമിസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുകയുള്ളൂ. അങ്ങനെ രണ്ടുപേരിന് നമ്മുടെ ചിപ്പിയുടെ കവൾ രണ്ടിടത്ത് ഉമ്മ കൊടുക്കുക. ഇനി ഒരിക്കലും ഞങ്ങൾ വഴക്ക് കൂടില്ല. എങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പോവുക. നേരെ ചിപ്പി നേരെ റൂമിലേക്ക് കയറി ചെല്ലുക. റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് ആരാ വന്നിരിക്കുന്നത്? ചിപ്പി മോളെ നീ ഇത്ര നേരം എവിടെയായിരുന്നു മോളെ? ഞങ്ങളെല്ലാവരും ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ അപ്പയും വരിക. അപ്പയും വന്നിട്ട് ചോദിക്കണം, നിന്നെ അന്വേഷിച്ച് നിൻ്റെ ഡാഡി പോയിട്ടുണ്ട് മഹേഷ്. എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാവോ? എനിക്കറിയാമല്ലോ. എൻ്റെ ഡാഡിയും അമ്മയും എന്നെ കണ്ടായിരുന്നല്ലോ. പിന്നെ ഞാനെന്തിന് ടെൻഷൻ അടിക്കുന്നത്? അല്ല, നീ എവിടെയായിരുന്നു? ഞാൻ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അമ്പടി കേമി, ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടാണോ ഇത്ര ഇത്? അതെ, ഞാനേ 101 പോവാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി ഓടിപ്പോവാ. അപ്പോൾ ചിപ്പി ഓടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അപ്പയ്ക്കാണെങ്കിൽ തീരാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മേ, ചിപ്പി ഇനി മഹേഷിനെയും ഈ ഇഷിതയെയും വിളിച്ചുകൊണ്ട് വരും. ഇതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇതൊന്നും പാടില്ലായിരുന്നു മോളെ. എനിക്കറിയാം എന്ത് ചെയ്യാനാണ്. അതിനു വേണ്ടിയാണ് ചിപ്പിമോള് അങ്ങനെ എല്ലാം ചെയ്തു കൂട്ടിയത് എന്നും പറഞ്ഞ്. അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിതയുടെ വീട്ടിലാണെങ്കിൽ ഇഷിതയുടെ ചേച്ചിയും അതേപോലെ തന്നെ എല്ലാവരോടും ആകെ ടെൻഷൻ അടിക്കുന്നത്. എന്തായാലും ആ കൊച്ച് അങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനാ ആ കൊച്ച് അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുക. അപ്പോൾ ഇഷിതയോ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇഷിത അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എവിടെ ചിപ്പിമോളെ കണ്ടെത്തിയോ? പിന്നെ ചിപ്പിമോളെ കണ്ടെത്തി. ചിപ്പിമോള് ഗാർഡനിലുണ്ടായിരുന്നു. നമ്മൾ ഗാർഡനിലൊക്കെ മുഴുവൻ അന്വേഷിച്ചല്ലേ? ആ സമയത്തൊന്നും ഗാർഡനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നീ കണ്ടെത്തിയത്? ഞങ്ങൾ സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗേറ്റിന് പുറത്തോട്ട് പോയിട്ടില്ല എന്ന് സെക്യൂരിറ്റി ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾക്ക് വീണ്ടും ഒരു സംശയം തോന്നിയിട്ട് നേരെ അങ്ങോട്ട് തന്നെ ചെന്നത്. അപ്പോഴേക്കും ഒരു പെൺകൊച്ച് ഓടി വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു ലെറ്ററും തന്നു, ചിപ്പി തന്നാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ പെൺകൊച്ചാ ചിപ്പിയെ കാണിച്ചു തന്നതും. ചിപ്പിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടൊരു പിണങ്ങിപ്പോയില്ലേ, അതിൻ്റെ ഒരു പരിഭവമായിരുന്നു. അതുകൊണ്ടാണ് ചിപ്പിയും പിണങ്ങിപ്പോയതെന്നും പറയാം. ദൈവമേ, ആ കുട്ടിക്ക് എന്തോ ഒരു സ്നേഹമാണ് നിന്നോട് ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. എന്നാലും ഇത്രയ്ക്കും ധൈര്യം വേണമായിരുന്നോ? അങ്ങനെ വരുന്നു ചിപ്പിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഷിതയാണെങ്കിൽ എൻ്റെ ചിപ്പിമോളെ എന്നാലും പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അല്ല, ആഷിതമ്മ എന്നെ കാണാഞ്ഞിട്ട് അന്വേഷിച്ച് വന്നതാണോ? പിന്നെ അല്ലാതെ. അതെ, ഞങ്ങളെല്ലാവരും മോളെ കാണാഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. ആകെ ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞല്ലോ. അത് പിന്നെ അച്ഛനും അമ്മയും പിണങ്ങിയത് കൊണ്ടല്ലേ. അവരെനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട് ഇനി അമ്മയും പിണങ്ങില്ലെന്ന്. ഇനി അഥവാ പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്താ ചെയ്യാൻ പോകുന്നുവെന്നും എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും വന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുചിത്രയുടെ കൂട്ടുകാരത്തെയും കൊണ്ട് വിളിച്ചിട്ട് പറയാം, നിങ്ങൾ നമുക്ക് ഏതായാലും 100 പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും ഇഷിതയുടെ അച്ഛൻ പറയാണ്, മോളെ കണ്ടില്ലേ, ആ കൊച്ചിൻ്റെ സ്നേഹം കണ്ടില്ലേ? നൊന്ത് പ്രസവിച്ച മകൾക്ക് പോലും ഇത്രയും സ്നേഹം ഉണ്ടാവില്ല. നീ അതെങ്കിലും മനസ്സിലാക്കണം മോളെ, അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആ കൊച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കറിയാം അച്ഛാ, ചിപ്പിയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സോൾവ് ആക്കിയത്. അങ്ങനെ 100 നമ്മുടെ ചിപ്പിയാണെങ്കിൽ എന്തൊക്കെയോ ആരതി ഒഴിയാൻ വേണ്ടി ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ സ്വപ്നവല്ലി വന്നിട്ട്, അല്ല എന്തെവിടെ കാണിച്ചു കൂടുന്നത്? അതൊക്കെയുണ്ട്. അല്ല, ഇത് ആർക്കാണ് ഈ ആരതി എടുക്കാനായിട്ട് പോകുന്നത്? അത് കൊള്ളാം, കാണാതെ പോയ കൊച്ചിനാണോ? അല്ല, നിനക്കെന്തിനിപ്പോൾ ആരതി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് എന്താ നിങ്ങളാരൊന്നും മിണ്ടാത്തത്? ആർക്ക് വേണ്ടിയാണ് ഈ ആരതി എടുക്കണേന്ന്? അതെ, ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് ചിപ്പി മോളാ. അതുകൊണ്ട് ചിപ്പി തന്നെ പറയട്ടെ. ചിപ്പി മോളെ അവിടെ പറഞ്ഞു കൊടുക്ക്. അതെ, ഈ ആരതി എടുക്കാൻ പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ. എൻ്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്വപ്നവല്ലിക്കും സ്വപ്നയുടെ മോൾക്ക് തീരാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ നമ്മുടെ ഇഷിത വരിക. അപ്പോൾ ഇഷിത വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെ തീരങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല.
എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഇനി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് ഒറ്റ പോകും, പിന്നെ തിരിച്ചു വരത്ത് പോലുമില്ല എന്ന് കൊച്ചിൻ്റെ മറുപടി കേട്ട് ആകെ എല്ലാവരും ഒന്ന് പകച്ചു നിന്ന് പോവുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു